PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റ്, അതായത് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ലാബ് അസിസ്റ്റന്റിന്റെ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്പർ 447/2023, നെയിം ഓഫ് പോസ്റ്റ് ലബോറട്ടറി അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് ആലപ്പുഴ ജില്ലയിലെ. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 24,400 മുതൽ 55,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് 5 ജില്ലകളുടെയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ OMR പരീക്ഷ എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളിലായിട്ട് 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 28/12/2024, 11/1/2025, 25/1/2025, 8/2/2025 അങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ട് നടത്തിയതാണ്. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ളവർ ഏകദേശം 5,13,000 പേരൊക്കെയാണ് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, അതും ആലപ്പുഴ ജില്ലയിൽ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോയെന്ന് PSCയുടെ വെബ്സൈറ്റ് നോക്കി വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ളവർ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രൊവിഷണലാണ്, അതായത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ്. റാങ്ക് ലിസ്റ്റിന് യാതൊരു വിധത്തിലും ഇത് ബാധിക്കില്ല. മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 10th ലെവലിൻ്റെ 4 ഘട്ടങ്ങളിലായിട്ടുള്ള നടത്തിയിട്ടുള്ള പരീക്ഷയിൽ ആ OMR ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 47.7925 അതിന് മുകളിലും മാർക്ക് കിട്ടിയിട്ടുള്ള, അതായത് ഈ OMR ടെസ്റ്റിൽ സ്റ്റാൻഡർഡൈസേഷന് ശേഷം അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ റിസർവേഷൻ കമ്മ്യൂണിറ്റീസിനൊക്കെ ഈ മാർക്ക് ലോവർ ചെയ്തിട്ടുണ്ട്, അതായത് താഴ്ത്തിയിട്ടാണ്. ഈ കട്ട് ഓഫ് ഇതിലും താഴ്ന്നിട്ടാണ് ഉള്ളത്. കാരണം അവരുടെ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ എലിജിബിലിറ്റി ലിസ്റ്റിൽ വേണ്ടത്ര പ്രാതിനിധ്യം കൊടുക്കാനായിട്ട്. ഇനി അങ്ങനെയുള്ള റിസർവേഷൻ കമ്മ്യൂണിറ്റീസിൽ പെട്ടവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതുമല്ലാത്തവർ EWS സർട്ടിഫിക്കറ്റ്, പിന്നെ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റൊക്കെ 1 ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെയും കട്ട് ഓഫ് മാർക്ക് താഴ്ത്തിയിട്ട് തന്നെയാണ്. അവരും ആ വാലിഡ് ഡോക്യുമെൻറ്റ്സ് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്, അവരുടെ ക്ലെയിം പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണം. ഇനി ഈ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 10th ലെവലിൻ്റെ ഇത് ഇപ്പോൾ വന്നേക്കണ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനോ ഒന്നുമല്ല. ഇനി ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ഈ ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉള്ള പക്ഷം അവരുടെ കാൻഡിഡേച്ചർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ പ്രൊസീജിയർ പ്രകാരം ആൻസർ സ്ക്രിപ്റ്റിന്റെ റീവാലുവേഷൻ അനുവദിക്കില്ല. പക്ഷെ നിങ്ങൾക്കത് റീചെക്ക് ചെയ്യാൻ പറ്റും. അതായത് 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 85 രൂപ ഈ പേയ്മെന്റ് ആ പോർട്ടൽ വഴി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് റീചെക്ക് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത വേറൊരു രീതിയിലുള്ള ഫീ പേയ്മെന്റും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും 15 ദിവസത്തിനുള്ളിൽ വേണം. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22/5/2025 മുമ്പായിട്ടാണ്. അന്നോ അതിന് മുമ്പോ ആയിട്ട്. പിന്നെ ഡിഫക്റ്റ് ഉള്ള ആൻസർ സ്ക്രിപ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ OMR ആൻസർ ഷീറ്റിന്റെ പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും ഫോട്ടോ കോപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ആ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് PSCയുടെ 335 രൂപ ഈ പേയ്മെന്റ് ആയിട്ട് പോർട്ടൽ വഴി അയക്കുകയാണെങ്കിൽ, അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫോട്ടോ കോപ്പി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ 15 ദിവസത്തിനുള്ളിൽ വേണം. അതും 22/5/2025 അതിന് മുമ്പോ ആയിട്ടുള്ള ദിവസങ്ങളിൽ. അതും ഈ ഡിഫക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് ആണെങ്കിൽ അത് കിട്ടില്ല. അപ്പോഴും അത് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.